അഭിനയിച്ച തലൈനഗരം എന്ന ചിത്രം ഒരു മലയാള ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു എന്ന കാര്യം അടുത്തിടെയാണ് താൻ അറിഞ്ഞതെന്ന് പറയുകയാണ് നടൻ സുന്ദർ സി. താൻ അഭിനയിച്ച തലൈനഗരം എന്ന ചിത്രം റീമേക്ക് ആയിരുന്നുവെന്ന് അടുത്ത കാലം വരെ സത്യമായും എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ അമ്മയ്ക്ക് വയസ്സ് 92 ഇപ്പോൾ. അമ്മ എന്നോട് പറഞ്ഞു, ഇത് മോഹൻലാലിന്റെ അഭിമന്യു എന്ന സിനിമയല്ലേ എന്ന്. തലൈനഗരം എങ്ങനെയാണ് മോഹൻലാൽ സിനിമ ആകുന്നതെന്ന് താൻ ചോദിച്ചപ്പോൾ, പോടാ, അതിലെ സീനുകളല്ലേ ഇതിൽ വരുന്നത് എന്ന് അമ്മ എന്നോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ അതിന്റെ സംവിധായകൻ ഇതേക്കുറിച്ചൊന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും ലീഡുമൊക്കെ ഞാൻ തന്നെയായിരുന്നു. തനിക്ക് തന്നെ അദ്ദേഹം ആ ഒരു ചിത്രത്തിന്റെ റൈറ്റ് വിട്ടുതരികയും ചെയ്തിരുന്നു. 4 ദിവസം ഡിസ്കഷനും മറ്റുമൊക്കെയായി എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് ആ ചിത്രത്തെ പറ്റി. എന്നിട്ടും ഏത് മലയാള സിനിമയുടെ റീമേക്ക് ആണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ആ ഒരു സിനിമയുടെ പേരെടുത്ത് വിക്കിപീഡിയയിൽ നോക്കിയപ്പോഴാണ് ഈ കഥ തന്നെയാണല്ലോ താൻ അഭിനയിച്ചിരിക്കുന്ന തലൈനഗരം എന്ന ചിത്രത്തിൻ്റെത് എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു സിനിമയുടെ റൈറ്റ് കൊടുത്ത് തെലുങ്കിൽ വേറെ സിനിമയും എടുത്തിട്ടുണ്ട് എന്നും സുന്ദർ സി പറയുകയാണ്. തമിഴിലെ പ്രശസ്തനായ നടനും എഴുത്തുകാരനും സംവിധായകനും നിർമ്മാതാവും അതിലുപരിയായി നടി ഖുശ്ബുവിന്റെ ഭർത്താവുമാണ് സുന്ദർ സി. കമൽഹാസന്റെ എക്കാലത്തെയും പ്രസിദ്ധമായ ചിത്രം അന്വേഷകം സംവിധാനം ചെയ്തതും സുന്ദർ സിയാണ്. ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുന്ദർ സി തന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അരൺമനെ 4 എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനിടെയാണ് സുന്ദർ സി ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനൊരു കോയമ്പത്തൂർകാരനാണ്. കോയമ്പത്തൂരിൽ കുറെ മലയാള സിനിമകളൊക്കെ റിലീസാകുമായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അത്തരത്തിൽ കുറേയധികം മലയാള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്താണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പീക്കിലെത്തിയിരിക്കുന്ന സമയം. അവിടെ അത്രയും നല്ല സിനിമകളൊക്കെ അന്നും വരുമായിരുന്നു. ആ ഒരു സമയത്ത് ഇവിടെ രജനീകാന്തും കമൽഹാസനും ഒക്കെയാണ് ലീഡിംഗ് സ്റ്റാർസ്. ആ സമയത്തും എനിക്ക് മലയാള സിനിമകൾ ഒത്തിരി ഇഷ്ടമായിരുന്നുവെന്നും സുന്ദർ സി പറയുകയാണ്. പ്രത്യേകിച്ചും മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷനിൽ വരുന്ന സിനിമകളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ ചില സിനിമകളിൽ അവരുടെയൊക്കെ ചില സിനിമകളുമായി സാമ്യവും ഉണ്ടാകാറുണ്ട്. നീ ഇതിൽ നിന്ന് എടുത്തുവല്ലേ എന്ന് പ്രിയദർശൻ തന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ടെന്നും സുന്ദർ സി പറയുന്നുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത മിന്നാരം, കാക്കക്കുയിൽ എന്ന ചിത്രങ്ങൾ സുന്ദർ സി തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. വെള്ളിമുങ്ങ എന്ന ചിത്രത്തിന്റെ റീമേക്ക് മുത്തിനെ കത്തിരികെ, സ്ഫടികത്തിന്റെ റീമേക്ക് വീരാപ്പു തുടങ്ങിയ ചിത്രങ്ങളിലും നായകനായി എത്തിയത് സുന്ദർ സി ആയിരുന്നു. മിന്നാരം എന്ന മോഹൻലാൽ സിനിമയാണ് അഴകാന നാഴ്ക്കൾ എന്ന തമിഴ് സിനിമയാക്കിയത്. അരൺമനയാണ് സുന്ദർ സി സംവിധാനം ചെയ്തതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രം. ആൻഡ്രിയ ജെറമിയ, റായ് ലക്ഷ്മി, ഹൻസിക മൊട്ടുവാനി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഹൊറർ ചിത്രമായിരുന്നു അരൺമനെ. അരൺമനെ 2-ൽ ഹൻസിക മൊട്ടുവാനി, തൃഷ കൃഷ്ണൻ, പൂനം ബെജുവ എന്നിവരായിരുന്നു വേഷമിട്ടത്. അരൺമനെ 3-ലാകട്ടെ ആൻഡ്രിയ ജെറമിയ, രാശി ഖന്ന, സാക്ഷി അഗർവാൾ എന്നിവരും വേഷമിട്ടു. ഇപ്പോൾ സുന്ദർ സി സംവിധാനം ചെയ്തിരിക്കുന്ന അരൺമനയുടെ 4ാം ഭാഗം റിലീസിനൊരുങ്ങുകയാണ്. തമന്ന ഭാട്ടിയയും രാശി ഖന്നയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.